വൈവിധ്യമാർന്ന രുചിക്കൂട്ടും ഒപ്പം പഴയിടം തിരുമേനിയുടെ കുറച്ച് ഓണവിശേഷങ്ങളുമായി രുചി ഓണം വിത്ത് പഴയിടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുമേനി, അപ്പൊ ഇന്ന് നമസ്കാരം. ഇന്ന് 5ാമത്തെ ദിവസമാണ്, അനിഴം നാളാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, നമ്മളിതൊക്കെ അവിയലും തോരനും ഒക്കെ വെക്കുന്നതാണല്ലോ, പഴയിടത്തിന്റെ ടച്ച് ഉണ്ട്, എന്നാൽ പോലും കുറച്ച് വെറൈറ്റി ആയിട്ട് എന്താ കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നാളെ നമ്മൾ ഓരോ വെറൈറ്റി വിഭവങ്ങളാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോ ഇതൊരു ഗസി എന്ന് പറയും, ഗസി എന്നാണ് പറയുന്നത്. ഇതൊരു കൊങ്ങണി വിഭവമാണ്. കൊങ്ങണി അപ്പൊ പ്രേക്ഷകർക്ക് സമാധാനമായല്ലോ. കേരളം വിട്ടിട്ടുള്ളതാണ്, കേരളം വിട്ടിട്ടുള്ള വിഭവമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെള്ളക്കടല ഇത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് തലേന്ന് വെള്ളത്തിൽ നല്ല വേവാൻ നല്ല താമസമുള്ളതുകൊണ്ട് വെള്ളക്കടല കേട്ടോ. തിരുമേനി ഇപ്പൊ വന്ന് നമ്മൾ 5ാമത്തെ ദിവസമായിട്ട് തിരുമേനിയുടെ ഷർട്ടിന്റെ കളർ അങ്ങോട്ട് മാറിയിട്ടില്ല, എന്താ കാര്യം? 43ാമത്തെ വയസ്സുമല്ല, കഴിഞ്ഞ 27 വർഷമായിട്ട് 27 വർഷമായിട്ട് വെള്ള ഷർട്ട് മാത്രം. അതെന്താ അങ്ങനെ വെള്ള കളർ മാത്രം ഇടാനുള്ള ഒരു കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇപ്പൊ തിരുമേനി ഇതിപ്പോ തിളച്ചും തോന്നുന്നല്ലേ? നല്ലോണം കുറച്ച് സമയം തിളക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കഷ്ണങ്ങളെല്ലാം ആഡ് ചെയ്യാം. ഇതിന്റെ അകത്ത് കഷ്ണങ്ങളായിട്ട് അധികമൊന്നുമില്ല, ആകെ 2 ഐറ്റേ ഉള്ളൂ. ഒന്ന് ഉരുളക്കിഴങ്ങ്, ഇനി കത്തിരിക്കാൻ മാത്രമേ ഉള്ളൂ, മറ്റു കഷ്ണങ്ങളൊന്നുമില്ല. അപ്പൊ അധികം കഷ്ണങ്ങൾ വാങ്ങണ്ട, വളരെ ഈസിയാണ്. അപ്പൊ ഇത് എന്താ സ്റ്റൈല്? നമ്മള് ചോറിന്റെ കൂടെ കഴിക്കില്ല? അല്ല, ഇത് ചോറിന്റെ നമ്മൾ ഈ കൂട്ടുകറിയൊക്കെ എല്ലാവരുടെ അരി വിളമ്പില്ലേ, കുറച്ച് പേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പം ഉരുളക്കിഴങ്ങ് നമ്മൾ അവിയലിനൊക്കെ അരിയുന്നത് പോലെ നീളത്തിലൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി വഴുതനങ്ങയാണ് ഇടുന്നത്. വഴുതനങ്ങയല്ല, കത്തിരിക്ക. വഴുതനങ്ങ അല്ലേ? വഴുതനങ്ങ വെള്ളയാണ്. ആണോ? അങ്ങനെയുണ്ടോ? സോറി, എനിക്കറിയില്ല, പുതിയ അറിവാണ്. വഴുതനങ്ങ പറയും, പക്ഷെ നമ്മളിത് കത്തിരിക്ക എന്നാണ് പറയാ. ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി. ഇനി ഇതിൽ വേറൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് എവിടെ ഇരിപ്പുണ്ട്, ഇതിന്റെ പുളി. സാധാരണ വെജിറ്റേറിയൻ വിഭവങ്ങളിലെ പുളി മറ്റേ വാളംപുളിയാണ് ഉപയോഗിക്കാറ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതാണ്. കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് അതിന്റെ ആ ഒരു കളഞ്ഞിട്ട് അതിങ്ങനെ നീളത്തിലരിഞ്ഞ് വെറുതെ അതിന്റെ മേലെ ഇടുന്നേ ഉള്ളൂ. നിങ്ങൾ ഫിഷ് കറിക്കകത്തൊക്കെ ഇടുന്നത്. അത് ഞാൻ പറയാൻ വരുമായിരുന്നു. ഞങ്ങൾ ഈ പുളിയൊക്കെ ഉപയോഗിക്കുന്നത് മീനിനൊക്കെയാണ്. കുറച്ച് വെള്ളം കഷ്ണം ഇട്ടല്ല, കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അത് വേവാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇപ്പം അധികം വെള്ളമല്ല, മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി. മഞ്ഞപ്പൊടി ഇട്ടു, ഇനി കുറച്ച് ഉപ്പിടാം. മുളക് പൊടിയായി. നമുക്കിത് വേണ്ടിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം വറക്കാം. ഇത് വറുത്തരയ്ക്കണ കറിയാണ്. നമുക്ക് ഉഴുന്നിടാം. പകുതിയോളം ഇട്ടല്ലേ? 3 സ്പൂൺ. തേങ്ങ ഇട്ട് കേട്ടോ. അതിലെ വെള്ളം പറ്റുന്നുണ്ടോ നോക്കണം കേട്ടോ. ഇടയ്ക്ക് ഞാനിത് വറുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും കൂടി പാചകം ചെയ്യാന്ന് പറഞ്ഞുള്ള സമ്മതത്തിൽ തുടങ്ങിയത്. ഞാൻ ഇച്ചിരി ഉഴപ്പ് കാണിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടില്ലേ? ഇല്ല. എക്സ്പേർട്ട് ആവാത്തതിന്റെ ഒരു കുഴപ്പമാണ് അതൊക്കെ. നിങ്ങളുടെ കയ്യിൽ തഴമ്പില്ല, അതാണ്. തിരുമേനി, നമ്മുടെ തേങ്ങ ഒന്ന് മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ കത്രിക്കയും ഉരുളൻകിഴങ്ങും വെന്തിട്ടും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് മൂപ്പിക്കാം. ആദ്യം മല്ലിപ്പൊടി എടുക്കാം. ഗസിക്ക് വേണ്ടിയുള്ള കൂട്ട് റെഡിയാക്കാണ് നമ്മൾ. മല്ലിപ്പൊടി, ഇനി മുളക് പൊടി, ഇനി എന്താ, കറിവേപ്പില. എല്ലാ വിഭവങ്ങളിലും ഒരു 3ാമത്തെ കഷ്ണം കറിവേപ്പില. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് എടുത്ത് കളയുന്നതും കറിവേപ്പില. അതെ, കറിവേപ്പില പോലെ കളഞ്ഞെന്ന് പറയാൻ ചെയ്യും. നമുക്ക് ഈ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാൻ നമ്മുടെ അരപ്പ് ഒഴിക്കാം.
നല്ലോണം മിക്സ് ചെയ്യണേ. ഇതിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയായിരിക്കും, വെള്ളയല്ല ഇങ്ങനെ ഒരു. ഈ കർണാടക അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേന് ഈ മസാലകൾ തന്നെ വ്യത്യസ്തമായിരിക്കില്ലേ? വ്യത്യസ്തമാണ്, വെളുത്തുള്ളി കൂടുതലാണ് പൊതുവെ എല്ലാത്തിലും. അപ്പൊ കഴിഞ്ഞോ പരിപാടി? കഴിഞ്ഞു. ഇനി വറുത്തിട്ടാ ഇനി കടുക് താളിക്കല്. അവിടെ ഇങ്ങനെ കടുക് താളിക്കുവോ? ആ, പക്ഷെ അവിടെ വെളിച്ചെണ്ണ അല്ല മാത്രം, എള്ളെണ്ണ, കടുകെണ്ണ അല്ലെങ്കിൽ മറ്റോ സൺഫ്ലവറിലൊക്കെ ചെയ്യാം. ഇട്ടോളൂ. മുളക് എടുത്തോളൂ. മുളക് കരിവേപ്പില എടുത്തു. നമ്മുടെ ഗസി റെഡി ആയിട്ടിരിക്കുകയാണ്. ഗസി കഴിക്കാൻ പോവാണേ. പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് ഞാൻ കഴിച്ചു കാണിക്കാം. അമ്പോ, ഈ അഞ്ജലി വാ തുറക്കുന്നതിന് പറയാൻ ഞാനൊരു പരീക്ഷ എഴുതിട്ടിരിക്കുന്നല്ലോ, അവിടെ നിക്കണേ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, സൂപ്പറാ. നല്ല ആ കൊടംപുളിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി, മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. വെറൈറ്റി ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. നിങ്ങളിത് അതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ടൊന്ന് അറിയണം. അപ്പം നമ്മൾ വെറൈറ്റി പറഞ്ഞതുകൊണ്ട് നാളെ വീണ്ടും മറ്റൊരു വിഭവമായിട്ടാണ് നാളെ വരുന്നത്. നാളെ കാണാം. അതുവരെ ബൈ. നമസ്കാരം.